ഈ ബെയിലി പാലം നിർമ്മാണം ഇപ്പോൾ ഒരു താൽക്കാലിക സംവിധാനമുണ്ട്, ഒരു നടപ്പാലം അവിടെയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ബെയിലി പാലം എപ്പോൾ പൂർത്തിയാകുമെന്ന ചോദ്യം, അത് പൂർത്തിയായാൽ പിന്നെ അങ്ങോട്ടേക്കുണ്ടാകുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിന് വേഗം കൈവരിക്കൽ, അതെങ്ങനെയായിരിക്കും സംഭവിക്കുക? കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ അക്കരെ എത്തിക്കാൻ കഴിയുമെന്നതാണോ നമുക്ക് പ്രതീക്ഷ നൽകുന്നത്? അനുമോദ്. സജിത്തിന് ചോദിച്ചതിൻ്റെ കൃത്യമായ ഉത്തരം ഈ ദൃശ്യങ്ങളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ദുരന്തമുണ്ടായ പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്തിന് ഏതാണ്ട് താഴെയാണ്. ഇനിയും ഒരുപാട് ദൂരം മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്നലെ നിന്ന പള്ളി ജമായത്ത് പള്ളിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മുകളിലാണ് ഞാനുള്ളത്. ഇവിടെ ഇന്നലെ വരേക്ക് ആർക്കും വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇന്നിപ്പോൾ ഈ എക്സ്കവേറ്ററുകൾ വന്നതുകൊണ്ട് ആ പുഴയിലേക്ക്, അതായത് മണ്ണൊലിപ്പുണ്ടായ ഇടത്തേക്ക് അത് ഇറങ്ങി പരിശോധിക്കുന്നതിൻ്റെ ദൃശ്യമാണ്. ഇതൊരു മനുഷ്യസാധ്യമായ കാര്യമല്ല. കാരണം അവിടെ അത്രമാത്രം ആഴത്തിലാണ് ഈ മണ്ണടിഞ്ഞ് കൂടിയിരിക്കുന്നത്. ഒരാൾക്ക് അവിടേക്ക് ഇറങ്ങാൻ കഴിയില്ല, താന്നു പോകും. എത്ര ആഴമുണ്ട് അവിടെ എന്നറിയാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തെരച്ചിലാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മറ്റൊരു ദൃശ്യം കൂടി കാണിച്ചു തരാം. ഈ ഒരു മേഖലയുടെ കാഴ്ച, അതായത് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു റോഡിൻ്റെ അറ്റത്താണ്. ഈ റോഡ് ഒന്നാകെ ഇവിടെ ഇടിഞ്ഞു പോയി അവസാനിക്കുകയാണ്. അതായത് പുഞ്ചിരിമട്ടത്തേക്ക് ഉണ്ടായിരുന്ന റോഡ് ഈ മണ്ണൊലിപ്പിൽ ഇവിടെ വെച്ച് ഇല്ലാതായിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാം വലിയ പാറക്കൂട്ടങ്ങൾ, വലിയ പാറക്കല്ലുകളും മണ്ണുമൊക്കെ അടിഞ്ഞ് ഈ ഒരു മേഖലയിലേക്ക് ആർക്കും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടെയാണ് ഈ സന്നദ്ധ പ്രവർത്തകർ, രക്ഷാപ്രവർത്തകർ വലിയ ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുകളിലേക്ക് കയറി പോകുന്നത്. പക്ഷേ ഇനി ഇതിന് മുകളിൽ വീടുകളുണ്ട്. എത്ര പേര് ഒഴിപ്പിച്ചു എന്ന് കൃത്യമായ കണക്കില്ല. പക്ഷെ അവിടെ ആരെങ്കിലും ഉണ്ടോ, അതിൻ്റെ ആരെങ്കിലും ജീവനോടെയോ ജീവനല്ലാതെയോ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെങ്കിൽ ഈ പ്രതിസന്ധികളൊക്കെ താണ്ടി വേണം മുകളിലേക്ക് പോകാൻ. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ഇനി മറ്റ് സംവിധാനങ്ങൾ വേണമെങ്കിൽ ഇത്തരം മേഖലകളിലൂടെ എക്സ്കവേറ്ററുകളും വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളും കൊണ്ടുവന്ന് ആ ഒരു മേഖല അതിൽ സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നമ്മൾ മറ്റൊരു ദൃശ്യം കാണാം. ഇവിടേക്ക് മറ്റൊരു വലിയ എക്സ്കവേറ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്കുള്ള പാത അത് ഒരുക്കുകയാണ് ആദ്യത്തെ നടപടി. ഇത്തരം വലിയ യന്ത്രങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഉറപ്പില്ലാത്ത മണ്ണിൽ പോലും ഈ യന്ത്രങ്ങൾക്ക് ചെയിൻ സംവിധാനമായതുകൊണ്ട് പിടിച്ചു നിൽക്കാനും മുന്നോട്ട് നീങ്ങാനും സാധിക്കും. അതിൻ്റെ വലിയ ലിവർ, അതിൻ്റെ ബലത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കും. അപ്പോൾ അവിടെ ഈ മണ്ണ് മാറ്റിയിട്ടും ഈ വലിയ പാറക്കല്ലുകൾ, അതായത് ഒരു വലിയ ആനയേക്കാൾ വലിയ പാറക്കല്ലുകളാണ്, അത്തരം കല്ലുകളൊക്കെ മാറ്റിയിട്ടും അതിനടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കണമെങ്കിലും പുതിയ ഇടത്തേക്ക് പോകാനുള്ള വഴി വെട്ടണമെങ്കിലും ഒക്കെ വലിയ യന്ത്രങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു എക്സ്കവേറ്റേഴ്സൊക്കെ ആ പുഴ കുറുകെ കടന്ന് വന്നതാണ്. ഇപ്പോൾ ഇവിടെ എത്ര മേഖലകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം അത്രമാത്രം വിസ്തൃതമായ തരത്തിലാണ് ഈ ഒരു ദുരന്തം ഈ ഒരു മേഖലയെ ഒന്നാകെ തുടച്ചു മാറ്റിയിട്ടുള്ളത്. നമുക്ക് ഈ ദുരന്തത്തിൻ്റെ മറ്റൊരു കാഴ്ച കൂടി ഇവിടുന്ന് കാണാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ താഴേന്ന് കണ്ട കാഴ്ചയാണ്. അതിൻ്റെ മുകൾ വശത്തുള്ള ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ ഒരു മേഖലയിലുണ്ടായിരുന്ന ഒരു കുന്ന്, ആ കുന്നിൻ്റെ വശങ്ങളിൽ ഈ ഒരു ഉരുൾപൊട്ടലുണ്ടാക്കിയ നാശം അത് എത്രമാത്രം ആഴത്തിലാണെന്ന് ഇവിടുന്ന് നമുക്ക് വ്യക്തമായി കാണാം. മാത്രമല്ല ഈ അടിഞ്ഞുകൂടിയ മണ്ണ് അതിൽ എത്ര ആഴത്തിലുണ്ട് എന്നും അറിയാൻ കഴിയില്ല. ഈ ഇടങ്ങളിലൊക്കെ ആളുകൾ കുരുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പറയാനാകില്ല. കാരണം ഈ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് വീടുകൾ ഉണ്ടായിരിക്കണം. ആ വീടുകളൊന്നും തന്നെ ഒരടയാളം പോലും ഇല്ലാതെയാണ് ഈ ഒരു പ്രദേശം മാറിയിരിക്കുന്നത്. അപ്പോൾ ആ വീടുകളിലുള്ള ആളുകളെയും അല്ലെങ്കിൽ അവർ ഇവിടെ ഈ മേഖലയിൽ എവിടെയെങ്കിലും ഉണ്ടെന്ന് തെരച്ചിൽ നടത്തണമെങ്കിൽ ഈ മേഖലയിൽ ഒന്നാകെ കുഴിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം സംശയം തോന്നുന്ന എല്ലായിടങ്ങളിലും ഈ യന്ത്രസഹായത്തോടെ പരിശോധിക്കുകയാണ് മുന്നിലുള്ള ഏക മാർഗം. അതിനാണ് വലിയ യന്ത്രങ്ങൾ, എക്സ്കവേറ്ററുകളും മറ്റും ഇവിടേക്ക് ആവശ്യമാണ് എന്ന കാര്യം തുടർച്ചയായിട്ട് ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ എന്നാണെങ്കിലും കാര്യങ്ങൾ ഇന്നലത്തേക്കാൾ വളരെ വേഗത്തിലാണ് എല്ലാം പുരോഗമിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടത് യന്ത്രസഹായമില്ലാതെ നടത്തിയ തെരച്ചിലാണെങ്കിൽ ഇന്ന് ഈ മേഖലയിൽ ഒട്ടനേകം JCBകളും എക്സ്കവേറ്ററുകളും ഹിറ്റാച്ചിയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ബെയിലി പാലം കൂടി തുറക്കുന്നതോടെ കൂടുതൽ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തും. അപ്പോൾ സംശയം തോന്നുന്ന എല്ലായിടങ്ങളിലും ആഴത്തിൽ
വിശദമായ പരിശോധനകൾ നടത്തുവാൻ സാധിക്കും. അതേപോലെ തന്നെ എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് വഴി വെട്ടി നിർമ്മിച്ച് എത്തിച്ചേരാനും സാധിക്കും. അത്തരത്തിൽ ഇന്നത്തെ ഈ ഒരു ദൗത്യം, ഇന്നത്തെ രക്ഷാപ്രവർത്തനം രാവിലെ ഈ സമയം വരേക്കും വളരെ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം വരേക്ക് വരെ ഈ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം കണ്ടു. ഇന്നലെ ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ വലിയ പ്രതിസന്ധിയായിരുന്നു. ഉച്ചയ്ക്ക് 4 മണിക്ക് ശേഷമാണ് ഈ ദൗത്യത്തിലുണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണം തന്നെ കിട്ടിയത്. ഇന്നിപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. ദൗത്യം അതിൻ്റെ ശരിയായ ദിശയിൽ തന്നെയാണ് ഈ ഘട്ടം വരെ പോകുന്നത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ വിലയിരുത്താം. സജിത്ത്, തീർച്ചയായും അത് വ്യക്തമാണ്. അനുമോദ് ഈ മേഖലകളിൽ കൂടുതൽ വീടുകളുടെ മേഖലകളിലേക്കൊക്കെ ഈ മണ്ണുമാറ്റി യന്ത്രങ്ങൾ കടന്നു വരികയാണോ? ഇപ്പോൾ പാലം സജ്ജമാവുന്ന മുറയ്ക്ക് കൂടുതൽ വാഹനങ്ങൾ വരാൻ മറുവശത്ത് സജ്ജമാക്കി നിർത്തിയേക്കുകയായിരിക്കും അല്ലേ? അതിനുശേഷമായിരിക്കും ഇവിടുത്തെ തെരച്ചിലുകൾ അതിൻ്റെ ഒരു പുതിയ വേഗം കൈവരുത്തുക അല്ലേ? തീർച്ചയായും ഇവിടെ ഈ പ്രദേശവാസികൾക്ക് മാത്രമാണ് ഇവിടെ ഏതെല്ലാം മേഖലയിൽ വീടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം അറിയുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് വിവരം ശേഖരിച്ച് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ നടത്തും. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ജുമാ മസ്ജിദിന്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു രക്ഷാപ്രവർത്തകൻ പറയുകയാണ്, അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നിരുന്നു. എൻ്റെ 12 പേരടങ്ങുന്ന കുടുംബം ആ പള്ളിയുടെ എതിർവശത്തായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്നായിരുന്നു അദ്ദേഹത്തിന് വന്ന ഫോൺ കോളിൽ. നമ്മൾ നിൽക്കുന്ന ഇടം ചളിയിൽ പൂണ്ട് നിൽക്കുന്ന ഇടമാണ്. അതായത് ഞാൻ നിൽക്കുന്നത് ആ പള്ളിയുടെ കൃത്യമായ മറുവശത്തായിരുന്നു. അവിടെ ഒരു വീട് ഉള്ളതിൻ്റെ ഒരടയാളം പോലും ഇല്ലാത്ത രീതിയിൽ ആ ദുരന്ത മേഖലയെ ഒന്നാകെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇപ്പോഴൊന്നും അറിയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അതുതന്നെയാണ് ഈ ഒരു ദൗത്യത്തെ ദുഷ്കരമാക്കുന്നത്. രണ്ടാമതായിട്ടുള്ള കാര്യം, ഇതിൻ്റെ ഈ ഒരു കുത്തൊഴുക്ക് നമ്മൾ നിൽക്കുന്ന മേഖലയ്ക്കും ഏതാണ്ട് ഒരുപാട് ദൂരെ നിന്നാണ് ഇതിൻ്റെ ഉരുൾപൊട്ടലിന് പ്രഭവകേന്ദ്രം ഉണ്ടായിരിക്കുന്നത്. അത്രയും ദൂരം മിന്നൽ വേഗത്തിൽ വെള്ളം കുത്തിയൊലിച്ചെത്തി ഭൂമിക്കടിയിലുള്ള കൂറ്റൻ പാറ കല്ലുകളും അതേപോലെ തന്നെ വലിയ ആഞ്ഞിലി മരങ്ങൾ വരെ ഈട്ടിമരങ്ങൾ വരെ ഈ ഒരു കുത്തൊഴുക്കിൽപ്പെട്ട് താഴേക്ക് ഒലിച്ചു പോയിട്ടുണ്ട്. 2 തവണയാണ് ഉരുൾപൊട്ടലുണ്ടായത്. അപ്പോൾ വീടുകളിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ആഘാതത്തിൽ തെറിച്ചു പോയിരിക്കാം, ഈ വെള്ളത്തിൻ്റെ കൂടെ ഒഴുകിപ്പോയിരിക്കാം. നമ്മൾ നിലമ്പൂരിലെ ചാലിയാറിലെ വരെ ഇതിന് മൃതദേഹങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്ററോളം ദൂരമുണ്ട്. കാട്ടിനുള്ളിലൂടെയാണ് ഈ ഒരു നദി ഒഴുകുന്നത്. 2 വെള്ളച്ചാട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധിക്കുന്നതൊക്കെ ജനവാസ കേന്ദ്രങ്ങൾക്ക് അടുത്തുള്ള ആ പുഴയുടെ തീരങ്ങളാണ്. ഇപ്പോൾ മലപ്പുറത്ത് നടക്കുന്നത് ഉൾക്കാട്ടിലേക്ക് കൂടി തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതായത് പുഴ ഒഴുകുന്ന വഴിയുള്ള വനപ്രദേശങ്ങളിൽ കൂടി ഈ തെരച്ചിൽ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും മൃതദേഹങ്ങൾ അടിയാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനം, അത് കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ കൂടുതൽ മൃതദേഹങ്ങൾ പല ഭാഗത്തുനിന്നും കണ്ടെത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു തെരച്ചിൽ. അപ്പോൾ നമ്മൾ കാണുന്നതിലും അപ്പുറത്താണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് ഇതിന്റെ ഈ ഒരു ദുരന്തത്തിന്റെ ഫലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ കാണാതായി എന്ന് പറയുന്ന ആളുകൾക്ക് ആ കണക്കിന് അപ്പുറത്തായിരിക്കാം ഒരുപക്ഷെ യഥാർത്ഥത്തിൽ കാണാതായിരിക്കുന്ന ആളുകളുടെ എണ്ണം. ഒരു കുടുംബത്തിലെ എല്ലാവരും ഇല്ലാതെയായി കഴിഞ്ഞാൽ അവർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാനെങ്കിലും ആരെങ്കിലും വേണ്ടേ? അങ്ങനെ പോലും ആരുമില്ലാത്ത ഒരു സാഹചര്യം വന്നാൽ അത് എവിടെയും ആരും അറിയാതെ പോകുന്ന അവസ്ഥ. അതോടൊപ്പം പലയിടങ്ങളിലും അതിഥി തൊഴിലാളികളുണ്ട്. അവർ താമസിച്ചിരുന്ന ഇടങ്ങളിൽ പൂർണ്ണമായിട്ടും ആ ഇടങ്ങൾ ഇല്ലാതെയായിട്ടുണ്ട്. അവർ എത്ര പേരുണ്ടായിരുന്നെന്നോ അവരെക്കുറിച്ച് ആർക്കെങ്കിലും കൃത്യമായി അറിയുമെന്നോ എണ്ണം പോലും അറിയുമെന്നോ നമുക്ക് പറയാനാകില്ല. അപ്പോൾ അത്രമാത്രം ദുഷ്കരമാണ് ഈ ഒരു സാഹചര്യം. ഇപ്പോൾ